ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. വിസ്ഡം ആണ് ആദ്യം വന്നിട്ടുള്ളത്. കൺഫ്യൂഷൻ, പ്രേയർ വന്നിട്ടുണ്ട്. ഗോസിപ്പ് വന്നിട്ടുണ്ട്. ഫെയ്ത്ത്. ഓട്ടം വന്നിട്ടുള്ളത് ഡിസ്കവറിയാണ്. ഇതിൽ ആദ്യത്തെ കാർഡ് വന്നിട്ടുള്ളത് വിസ്ഡം ആണ്. അപ്പം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഉള്ളത് നിങ്ങൾക്ക്. പക്ഷെ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. നിങ്ങളുടെ ഇൻഡ്യൂഷനോ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഉത്തരങ്ങളോ ഇതാണ് ശരി, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന്. കൺഫ്യൂസ്ഡ് ആകാതെ നിങ്ങൾ വിശ്വസിക്കുക. കാരണം നിങ്ങൾ അത്രയും ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ കണക്ഷൻ വെറും കണക്ഷൻ അല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു കണക്ഷനാണ്. അതിൽ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ കൺഫ്യൂഷൻ നിങ്ങളെ പല വഴിക്ക് നയിച്ചു കളയും. നിങ്ങളെപ്പോഴും മറ്റുള്ള ആൾക്കാരുടെ ഒരു ഗൈഡൻസ് എടുക്കുന്ന ആൾക്കാരാണെന്നാണ് കാണുന്നത് കേട്ടോ. മറ്റുള്ള ആൾക്കാരെന്ത് പറയുന്നു അതനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരിൽ തേടുന്നു എന്നുള്ളതാണ്. അപ്പം പക്ഷേ അതങ്ങനെയല്ല വേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉത്തരങ്ങളെല്ലാം ഉണ്ട്. അതൊന്ന് നിങ്ങൾ എടുത്താൽ മാത്രം മതി, അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിൽ അടുത്ത വന്നിട്ടുള്ളത് പ്രെയറാണ്. അപ്പോൾ ഈ പ്രെയർ എന്ന് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച് സറണ്ടർ ചെയ്ത് കൊടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക, വിശ്വസിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇപ്പം നമ്മൾ പല കാര്യങ്ങളും ഒരുപാട് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. അതിൽ കൺഫ്യൂഷനുണ്ട്. അപ്പം പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. അപ്പം ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ വിട്ട് കളയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കുള്ള ഉത്തരം കിട്ടണമെന്നാണ്. ഇതിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ആ പ്രാർത്ഥനയിൽ പലപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതല്ല, നിങ്ങൾ ഇത് പ്രാർത്ഥിച്ചിട്ട് അത് ഹോൾഡ് ചെയ്യാതിരിക്കുക, സറണ്ടർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്താണോ വേണ്ടത് അത് ദൈവം തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുതരും. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റി വയ്ക്കണം ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ അത് ഗോസിപ്പ് പറയുന്നത് എല്ലാം സത്യമല്ല എന്ന് വിശ്വസിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് കുറേ ആൾക്കാർ ഗോസിപ്പ് പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി ഗോസിപ്പ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പം മറ്റുള്ള ആൾക്കാർ പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. അത് നിങ്ങളെക്കുറിച്ചായാലും ശരി, മറ്റുള്ളവരെക്കുറിച്ചായാലും ശരി. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഗോസിപ്പ് പറയുന്നുണ്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ എന്തെങ്കിലും ചില കാര്യങ്ങൾ വെച്ചിട്ട് വലിയൊരു സ്റ്റോറി ഉണ്ടാക്കി പറയുന്ന ആൾക്കാർ, അത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ്. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളോട് പറയുന്ന കാര്യവും നിങ്ങൾ ഇതേ സെൻസിൽ എടുക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പൂർണ്ണമായി അതങ്ങ് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക, കൺഫ്യൂസ്ഡ് ആകാതിരിക്കുക. അപ്പം ഇന്നത്തെ ദിവസം ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചിരുന്ന എന്തോ ഒരു കാര്യത്തിന് ഒരു ഇളക്കം തട്ടിയിട്ടുണ്ട്.
നിങ്ങൾ അയ്യോ ഇത് ഞാൻ വിശ്വസിച്ചത് ശരിയല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു എനർജി ഇന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ഫെയ്ത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആ വിശ്വാസത്തെ ഡൗട്ടുള്ള സമയത്ത് നിങ്ങളങ്ങ് ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കാതെ നമ്മൾ വളരെ പേഷ്യൻസോട് കൂടി അത് സറണ്ടർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ക്ഷമ വേണം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന സമയത്ത് തന്നെ നടക്കണം എന്നില്ല. പിന്നെ അതിന് ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഈ ഡിസ്കവറിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ റിയലൈസേഷൻ്റെ സമയമാണ്. പുതിയൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല, നിങ്ങളെക്കുറിച്ചുള്ളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും കുറിച്ചുള്ളതോ ആയിട്ടുള്ള ഒരു ഹിഡൻ ട്രൂത്ത് ഇന്നത്തെ ദിവസം പുറത്തു വരും എന്നാണ് കാണുന്നത്. ഒരു പുതിയൊരു കാര്യം നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കും. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ നേരത്തെ അറിയാവുന്നൊരു കാര്യമായിരിക്കാനുള്ള സാധ്യതയില്ല. ഇതിൽ നമ്മളെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു കാര്യം അത് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക. നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയാകട്ടെ, നമ്മൾ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയായിട്ട് കണക്റ്റഡ് ആണ്. അതിൽ മറ്റുള്ളവർ ചിലപ്പോൾ പറയുമ്പം നമുക്കിതിലോ ഒരു ഇളക്കം തട്ടേണ്ട ആവശ്യമില്ല. പല ആൾക്കാരും നിരീശ്വരവാദികളും മാത്രമല്ല ഇതിനെയൊക്കെ എതിർക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ പല തരത്തിലുള്ള നമ്മൾ വാഗ്വാദങ്ങൾ കേൾക്കാറുണ്ട്. പല ആൾക്കാരും പലതരത്തിൽ സംസാരിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ചും അവരവരുടെ വിശ്വാസത്തെക്കുറിച്ചും ദൈവവിശ്വാസമില്ലായ്മയെക്കുറിച്ചും ഒക്കെ പല തരത്തിലെ ആൾക്കാർ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാറുണ്ട്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഇളക്കം തട്ടിയിട്ടുണ്ടെങ്കിലോ ഇതിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ഇളക്കം എപ്പോഴെങ്കിലുമൊക്കെ തട്ടിയിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ പോസിറ്റീവിനേക്കാളേറെ നെഗറ്റീവിനെയാണ് പെട്ടെന്ന് അട്രാക്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ 100 കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറഞ്ഞാലും ആ ഒറ്റൊരു കാര്യം നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 99 കാര്യവും നമുക്കൊരു ഷെയ്ക്ക് വരും. അപ്പോൾ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ വിശ്വാസത്തെ ഇളക്കം തട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യമായിരിക്കാം, നിങ്ങളുടെ പ്രമോഷനെ കുറിച്ചുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. എന്ത് കാര്യമായാലും നിങ്ങൾ എന്താണോ വിശ്വസിച്ചത് ആ വിശ്വാസത്തിൽ ഉറച്ച് വിശ്വസിച്ചിരിക്കണം എന്നാണ് ഭഗവാൻ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കാർഡ്സ് എടുത്ത് നോക്കാം. ടൈം ടു ഗോ ആണ്. നിങ്ങൾ മുന്നോട്ട് നടക്കേണ്ട സമയമാണെന്നാണ്. അതും ഒറ്റയ്ക്കാണ് കേട്ടോ. നമ്മൾ കുറേ ആൾക്കാർ നമ്മളുടെ കൂടെ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നത് എപ്പോഴും ശരിയായി കൊള്ളണം എന്നില്ല. നമ്മളുടെ കൂടെ നടക്കാൻ ചിലപ്പോൾ എപ്പോഴും എല്ലാവരും തയ്യാറാകണം എന്നുമില്ല. ഈ ഒരു സമയത്ത് നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുള്ള ചില വ്യക്തികളോ സാഹചര്യങ്ങളോ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് സാഹചര്യങ്ങളായിരിക്കാം, കാരണം ചില വ്യക്തികൾ തന്ന മുറിവുകളായിരിക്കാം, ഓർമ്മകളായിരിക്കാം. ഇത് നമ്മൾ ഹോൾഡ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ അത് വിട്ടിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നടക്കണം. മുന്നോട്ട് നടക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു വഴി ദൈവം കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അത് അത്ര വ്യക്തമല്ല, പക്ഷെ അവിടെ എൻട്രൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതാണ് നിങ്ങളുടെ വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. എന്നെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എന്നെ രക്ഷിക്കുന്ന, എന്നെ കൈപിടിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ഒരു ശക്തി എന്നെ കൈപിടിച്ചോളും. എനിക്ക് ഒരിടത്തും കാല് ഇടറില്ല എന്നുള്ളൊരു ദൃഢമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ദിവസം ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. ഒബ്സർവറാണ് നിങ്ങൾ. എല്ലാ കാര്യവും നിരീക്ഷിക്കുക. ഒന്ന് കാം ഡൗൺ ആവുക എന്ന് പറയും. നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി നിങ്ങൾ നിരീക്ഷിക്കണം ഇന്നത്തെ ദിവസം. ഇതാണോ ശരി? അത് ആരുടെയും ഭാഗത്തു നിന്നല്ലാതെ ഇപ്പം നമ്മളിൽ നിന്ന് പോലും മാറി നിന്ന് വേറൊരാളായിട്ട് നമ്മളെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക്
ഒരു വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതെപ്പോഴും ചിന്തിക്കുക. നമ്മൾ ആരും പറയുന്നത് കേട്ട് അത് പൂർണ്ണമായും വിശ്വസിക്കേണ്ട. നമ്മളുടെ നിരീക്ഷണത്തിലൂടെ എന്താണോ വരുന്നത് അത് നിരീക്ഷിച്ച് മനസ്സിലാക്കുക. ഒന്ന് കാം ഡൗൺ ആകേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾ മാറണം. മെസ്സേജിൻ്റെ ബോട്ടിലാണ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. അത് ഇതുവരെയും ആ മെസ്സേജ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല, കാരണം അത് ബോട്ടിലിനുള്ളിലാണ്. മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അത് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു ഹിഡൻ ആയിട്ടുള്ളൊരു മെസ്സേജ്, ഒരു സർപ്രൈസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സന്തോഷിപ്പിക്കാൻ സാധ്യതയുള്ള, സർപ്രൈസ്ഡ് ആക്കാൻ സാധ്യതയുള്ള ഒരു മെസ്സേജ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ളതാകാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതാകാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാകാം. നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു അറിയിപ്പാകാം. അത് ഇങ്ങനെ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ബ്രീത്താണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രാണായാമം ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഈ ഒബ്സർവർ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യത്തിലും അങ്ങോട്ട് പ്രശ്നങ്ങളിലൊന്നും അങ്ങ് ഇറങ്ങി പോകാതിരിക്കുക. ഒരു സാക്ഷിഭാവത്തിൽ നമ്മൾ ജീവിതത്തെ കാണാൻ ശ്രമിക്കുക, പ്രശ്നങ്ങളെ കാണാൻ ശ്രമിക്കുക, സാഹചര്യങ്ങളെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു സാക്ഷിഭാവത്തിൽ കാണുമ്പം നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. നമ്മളത് കാണുന്നു, ആ ഒരു കാര്യം നടക്കുന്നത് നമ്മൾ സമാധാനമായിട്ട് നിരീക്ഷിക്കുന്നു. അപ്പോൾ ഒരു നദി ഒഴുകുന്നത് പോലെ അത് നമ്മൾ കാണുന്നത് പോലെയാണ് ജീവിതത്തെ നമ്മൾ കാണാനെന്നാണ് ഓഷോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് കാണാൻ. അല്ലാതെ നമ്മൾ ആ നദിയിൽ ഇറങ്ങി കുളിച്ച് ബുദ്ധിമുട്ടരുത്, അതിലോട്ട് ഇറങ്ങരുത് എന്നുള്ളതാണ്. എന്ത് കാര്യവും നമ്മൾ ഒബ്സർവ് ചെയ്യുക, നമ്മൾ നിരീക്ഷിക്കുക, ഒരു നിരീക്ഷകനായിട്ട് മാത്രം ജീവിക്കുക. നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നിരീക്ഷിക്കുക. സാക്ഷിയാകുക എന്ന് പറയും. സാക്ഷിയാകുക, സാക്ഷിഭാവത്തിൽ തന്നെ ജീവിക്കണം എന്നാണ് ഇതിൽ. നിങ്ങൾ പ്രാണായാമം ചെയ്യുക. ബ്രീത്താണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രീത്ത് നിയന്ത്രിച്ചാൽ, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയാൽ, അതായത് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അത് നമ്മൾ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും ഈ ബ്രീത്തിന്. അപ്പോൾ പലതരത്തിലുള്ള ബ്രെത്ത് വർക്ക് കോഴ്സുകളുണ്ട്. പിന്നെ പ്രാണായാമ ടെക്നിക്സ് ഒരുപാടുണ്ട്. അത് തുരീയം, ആ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയിൽ സാറ് ഇത് പ്രാണായാമ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചേരാം. അതല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ബ്രെത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ബ്രെത്ത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോബിക്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന പലതരത്തിലുള്ള ശ്വസനക്രിയകളാണതും. സാറ് പഠിപ്പിക്കുന്നതും ബ്രീത്തിങ് എക്സസൈസാണ്, പ്രാണായാമത്തിൻ്റെ ക്ലാസ്സുകളാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിൽ ചേർന്ന് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രീത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബ്രീത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ചിന്തകൾ വരില്ല. അപ്പോൾ ചിന്തകൾ വരാത്തൊരവസ്ഥയാണ് നമ്മൾ മെഡിറ്റേഷൻ. ആ ഒരു സമയം ബ്രീത്ത് ചെയ്തതിന് ശേഷം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് കൂളായിട്ടിരിക്കാൻ പറ്റും. ഇന്നത്തെ ദിവസം നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതൊന്നും അല്ലെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. നിങ്ങളതിൽ ഏത് വേണോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, നല്ലതാണ്. അത് ഇന്നത്തെ ദിവസം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ വഴിത്തിരി വരുന്നൊരു സമയമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.